വൈകിട്ട് തരാം, ഇപ്പൊ കൊണ്ടുവരാം, വീട്ടിൽ നിന്ന് പൈസ 2 ദിവസം കൊണ്ട് പണിയില്ലടേ, പണി ഉണ്ടെങ്കിൽ തരാം. 5000 രൂപ ക്യാഷിനല്ല തരാം. 2 ദിവസം കൂടെ ഞാൻ ക്ഷമിക്കും. എന്ത് പറ്റിയടാ? അളി ഒരു അത്യാവശ്യം വന്നപ്പോഴേ അവൻ്റെ ഒരു 5000 രൂപ കടമായി. അതാണ് ഈ ഷോ കാണിക്കണം. 1 മാസം കൊണ്ട് ജോലിയില്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട പൈസ അവന് കൊടുക്കണോടെ. അല്ലെ എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ അറിയാം. പണിയൊന്നുമില്ല, പണി എന്നെ ആയിട്ട് തന്നെ എത്ര ദിവസമായി. ഞാനും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. ഒരു മനസമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ സത്യം. അളിയാ നമ്മള് ദുബായ് ബിജു. അളിയ നീ എന്ന് വന്നേടാ? എന്താണ് തടിയൊക്കെ ഓവറായല്ലേ? നീ എന്താ ഉണങ്ങിപ്പോയി? നല്ല സുഖം തന്നെ അല്ലേ? കയ്യേ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? ഈ ജർമ്മനി, കാനഡ, കാശ്മീർ, മൂന്നാർ പോലത്തെ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ലേ? നാട്ടിലിപ്പോ പൊതുവെ ചൂട് തന്നെയാണ്. ഇപ്പൊ മൂന്നാറായി ചെറിയ തണുപ്പെന്ന് പറയണോട്. ഓക്കെ ഡേ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ചീവീട് ഷാജിരമോ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അമലാണോ? ആ ചെറുക്ക ഒരു വിസ ചോദിച്ചിരുന്നു കേട്ടാ. അവനൊരു വിസയും കൊണ്ടാണ് ഞാൻ വന്നത്. അളിയ അവനല്ലേടാ കഴിഞ്ഞ മാസം കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചത്? ഓ അവനെ തന്നെടാ പിടിച്ചിട്ടത്. അളിയ അവൻ അകത്ര. ഇനി ആ വിസ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇവിടെ കൂടുതൽ നിൽക്കാൻ വയ്യ, ഭയങ്കര ചൂട്. പോട്ടെ എന്നാ. അവന് നാട്ടിലെ ചൂട് പറ്റൂലോ. അല്ലെങ്കിൽ യവന്മാർ ഗൾഫിൽ പോയി 10 പൈസ ഉണ്ടാക്കി വന്ന നമ്മുടെ പട്ടി ഷോ കാണാനേ വയ്യ. അവന്റെ ഒരു വിസ ഇരിക്കണോ? നീ ഒന്ന് ചോദിച്ചു കൂടാ. ആർക്ക് വേണം അവന്റെ വിസ? എന്റെ പട്ടിക്ക് വേണം അവന്റെ വിസ. അല്ലെങ്കിലും പണ്ടേ നിങ്ങൾ ഒരുമിച്ച് നടന്നതല്ലേ, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക്. പണ്ടൊരുമിച്ച് നടന്നതൊക്കെ ശരി തന്നെ, കൂട്ടുകാരനൊക്കെ ശരി തന്നെ. എനിക്ക് വേണ്ട. നീ ചോദിച്ചു നോക്ക്, നിന്റെ ബന്ധുവല്ലേടെ. കുടുംബക്കാരനൊക്കെ ശരി തന്നെ അളിയാ, ഞാനും ഒന്നും ശരിയാവില്ല അളിയാ. കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ പോട്ടാ പിന്നെ. പിന്നെ ശരി അളിയാ. അല്ലേ അയാളാ വീട്. നീയാ കേറി വാ. ഞാൻ ആ വിസേര കേസ് ഒന്ന് സംസാരിക്കാനാണ് വന്നത്. ആർക്ക് വേണം അവന്റെ വിസ? എന്റെ പട്ടിക്ക് വേണം അവന്റെ വിസ. അല്ലെങ്കിൽ യവന്മാർ ഗൾഫിൽ പോയി 10 പൈസ ഉണ്ടാക്കി വന്ന നമ്മുടെ പട്ടി ഷോ കാണാനേ വയ്യ.